ഹായ് സുന്ദരീസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു റെഡിമെയ്ഡ് കുർത്ത അല്ലെങ്കിൽ കുർത്തി അതെങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ സ്ലിറ്റ് അടിക്കാം, അല്ലെങ്കിൽ ഫോർ ദാറ്റ് മാറ്റർ ഏതൊരു ചുരിദാറിൻ്റെ തുണിയാണെങ്കിൽ പോലും അതിനെങ്ങനെ നമുക്ക് സ്ലിറ്റ് അടിക്കാം എന്നുള്ളതാണ് മെയിനായിട്ട് കാണാൻ പോകുന്നത്. കൂടാണ്ട് ഒരു റെഡിമെയ്ഡ് കുർത്തിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്ലീവ്സ് എങ്ങനെ നമുക്ക് ശരിയാക്കി എടുക്കാം, ഷോൾഡറൊക്കെ കട്ട് ചെയ്ത് എങ്ങനെ പെർഫെക്റ്റ് സൈസിലാക്കാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു റെഡിമെയ്ഡ് കുർത്തിയാണ്. പക്ഷേ ആക്ച്വലി ഇതെങ്ങനെയാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൈഡ് അടിച്ചിട്ടില്ല, സ്ലിറ്റും ഇല്ല. അപ്പോൾ ഷോൾഡറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഷോൾഡർ എനിക്ക് കൂടുതലാണ്, സ്ലീവ്സും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്ലീവ്സ് മാറ്റി എടുക്കുകയാണ് ചെയ്യണത്. അത് നമുക്ക് സാധാരണ സൂചി തന്നെ വെച്ചിട്ട് അതിൽ നൂല് പിടിയിപ്പിച്ചിട്ട് ഇതേപോലെ വലിച്ചെടുക്കാം പതുക്കെ. അങ്ങനെയാകുമ്പോൾ നമുക്ക് സ്ലീവ്സിന് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ രണ്ട് സൈഡിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ്സ് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിന് വേണ്ട അളവിൽ വെട്ടിയെടുക്കണം. അപ്പോൾ നോക്കുമ്പോൾ ആദ്യമേ തന്നെ ഇതിനെ ഇങ്ങനെ മടക്കി വെക്കുക, അതായത് രണ്ട് ഷോൾഡറിൻ്റെ ഭാഗവും കൈക്കുഴിയും ഒരുമിച്ച് വെക്കുക. എനിക്ക് വേണ്ടത് ഷോൾഡറിൻ്റെ അളവ് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കൈക്കുഴി നമുക്ക് ഓൾറെഡി ഇവിടെ സൈഡിൽ ഒരു കൈക്കുഴി ഉണ്ടല്ലോ, അതിനോട് ചേർന്ന് ഇതേപോലെ വരച്ചു കൊടുക്കുക, ചേർത്തി വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണാം അടിയിലേക്ക് എത്തുമ്പോൾ ഞാൻ ഒട്ടും നീക്കി വരച്ചിട്ടില്ല. മുകളിൽ അതായത് ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് മാത്രമേ നീക്കി വരച്ചിട്ടുള്ളൂ. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഫ്രണ്ടിലത്തെ മാത്രം കൈക്കുഴി ഒരു പൊടിക്ക് മാത്രം നമുക്ക് കുഴിച്ച് വെട്ടണം എന്നുള്ളത്. അതൊരു സൈസിന് പെർഫെക്ഷന് വേണ്ടിയിട്ട് ആണ് അങ്ങനെ ചെയ്യണത്. മെലിഞ്ഞ ആൾക്കാർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അത്ര ആവശ്യമില്ല. പക്ഷെ എങ്കിൽ പോലും ഫ്രണ്ടിലത്തെ കൈക്കുഴി ഒരു പൊടിക്ക്, അധികമൊന്നും പാടില്ല കേട്ടോ, 1/4 ഇഞ്ചിനേക്കാളും കുറവ് മതി. ഇതേപോലെ ഒന്ന് കുഴിച്ച് വെട്ടിയാൽ നല്ലതായിരിക്കും. കഴിവതും ചെയ്യാൻ ശ്രമിക്കുക. മെലിഞ്ഞ ആൾക്കാർക്ക് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് സൈഡിൻ്റെ അളവ് വേണം. അതിനായിട്ട് നമുക്ക് പാകമുള്ള ഒരു കുർത്തി ടോപ്പ് എന്ത് തന്നെ ആയിക്കോട്ടെ അതെടുക്കുക. സ്ലിറ്റ് ഉള്ളത് വേണം എടുക്കാനായിട്ട്, കാരണം നമുക്കിവിടെ സ്ലിറ്റിൻ്റെ അളവും വേണ്ടതാണ്. അപ്പോൾ കൈക്കുഴിയുടെ അവിടെ നിന്ന് മെഷർമെൻ്റ് എടുക്കുക. ഒരു 1.5 ഇഞ്ചോളം നീക്കി വരയ്ക്കുക കേട്ടോ. നമുക്ക് എക്സ്ട്രാ നീക്കി വരയ്ക്കുക. എന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ലിറ്റിൻ്റെ അവിടെയായിട്ട് മാർക്ക് ചെയ്യുക. എവിടെയാണോ സ്ലിറ്റ് തുടങ്ങുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് 1 ഇഞ്ച് നീക്കി അടിക്കുക. സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ച് മാത്രം നീക്കി വരച്ചാൽ മതി, അത്രേ വേണ്ടൂ നമുക്ക് മടക്കി അടിക്കാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 1 ഇഞ്ച് മാത്രം നമുക്ക് എക്സ്ട്രാ വിട്ടിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇനി അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ വരച്ചു കൊടുക്കുക. സ്ലിറ്റിന്റെ ഭാഗത്ത് 1 ഇഞ്ച് മാത്രം എക്സ്ട്രാ മതി, അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അടിയിൽ എത്ര എക്സ്ട്രാ വരുന്നുണ്ടോ അത് നോക്കിയിട്ട് അത്രയും നമുക്ക് വെട്ടിക്കളയേണ്ടതിനനുസരിച്ച് അതും കൂടി വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് സൈഡിൽ എത്രയാണോ അളവ് വേണ്ടത് അത് നമുക്ക് മെഷർമെന്റ് വെച്ചിരിക്കുന്ന കുർത്തി ഉണ്ടല്ലോ അതിനനുസരിച്ച് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സൈഡിൽ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ച് എക്സ്ട്രാ മതിയാവും. ഇനി നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തതിനനുസരിച്ച് കട്ട് ചെയ്യാം. ഒന്നും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കുർത്തേനെ എക്സാക്ട്ലി പകുതിക്കായിട്ട് ഫോൾഡ് ചെയ്യാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒറ്റൊരു തവണ കട്ട് ചെയ്യുമ്പോൾ തന്നെ 2 സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതെല്ലാം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച പോലെ തന്നെ 2 സൈഡിലും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണല്ലോ, അവിടെ നമ്മൾ അതേപോലെ തന്നെ കറക്റ്റായിട്ട് എവിടെയാണോ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തു. സൈഡിൽ പക്ഷെ ഞാൻ കുറച്ചും കൂടി ഒന്ന് എക്സ്ട്രാ എടുത്തിട്ട് കട്ട് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ബാക്കി വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു, ഒരു സേഫ്റ്റിക്ക്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ്സ് അറ്റാച്ച് ചെയ്യണേക്കാളും മുമ്പ് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ നമ്മൾ ഓൾറെഡി സ്ലീവ്സ് അവിടെ നിന്നൊക്കെ മാറ്റിയില്ലോ, അപ്പോൾ അവിടെ കെട്ടിട്ടതൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കുർത്തയുടെ തുണി നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ലൈനിങ്ങും പിന്നെ മെയിൻ തുണിയും ഉണ്ട്, നല്ല തുണിയുണ്ട്. അപ്പോൾ നല്ല തുണിയും അതേപോലെ ലൈനിങ് തുണി രണ്ടും കൂടി ചേർത്തിട്ട് ഒരുമിച്ച് പിടിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്ഷനോട് കൂടിയിട്ട് തുന്നാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ്സിന് ഇപ്പോൾ ലൈനിങ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ്ങും സ്ലീവ്സിൻ്റെ തുണിയും ഒരുമിച്ച് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ലൈനിങ് ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുക്കണം കേട്ടോ. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വശവും ചേർത്ത് വെക്കണം. അതായത് കുർത്ത നല്ല വശവും സ്ലീവ്സിന്റെ നല്ല വശവും എക്സാക്ട്ലി നടുവിലായിട്ട് ചേർത്ത് വെക്കുക. നടുവിൽ എന്നിട്ട്
ഒരു കെട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അറ്റം വരെ എത്തുമല്ലോ, അറ്റത്ത് എത്തുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടർ മാത്രം പൊക്കുക, നീഡിലിനെ അവിടെ തന്നെ നിർത്തുക, സൂചി അവിടെ തന്നെ നിർത്തുക. എന്നിട്ട് നമ്മൾ തുണിയെ മാത്രം ഇതേപോലെ തിരിച്ചു കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതേപോലെ അതിൻ്റെ മീതേക്ക് ഇങ്ങനെ നടുവിൽ വരെ കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് അവിടെ നിർത്തരുത്. എഗെയിൻ അതിന് സ്റ്റിച്ച് ഇങ്ങനെ മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് മറ്റേ അറ്റുണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്ന് നിർത്തുക. എഗെയിൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫൂട്ടറിനെ പൊക്കുക, നീഡിലിനെ അവിടെ തന്നെ നിർത്തുക. എന്നിട്ട് തുണി മാത്രം നമുക്ക് വേണ്ട ഡിറക്ഷനിലേക്ക് തിരിച്ചെടുത്തിട്ട് അതിൻ്റെ മീതെ കൂടെ എഗെയിൻ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നടുക്കിലെത്തുമ്പോൾ, നടുക്കുന്നാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് നിർത്തി കെട്ടിടുക. ഇങ്ങനെയാകുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് 2 സ്റ്റിച്ച് വരുമെന്ന് മാത്രമല്ല, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് കിട്ടും. നമ്മൾ ഒരറ്റത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ സ്ലീവ്സിൻ്റെ മെഷർമെൻറ്റും ഇതിൻ്റെ മെഷർമെൻറ്റും, അതായത് കുർത്തയുടെ മെഷർമെൻറ്റ് മാറിപ്പോയിന്നിരിക്കാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടുവിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. എനിക്ക് ഈ മെത്തേഡാണ് ഏറ്റവും ഇഷ്ടം ഇത് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യണമെന്ന് വെച്ചാൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് സ്ലീവ്സ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ അവിടെ നമ്മൾ അളവെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു കുർത്ത എടുത്തിട്ട് അതെങ്ങനെയാണോ അളവ് നോക്കിയിട്ട് അത് കുർത്ത അതിൻ്റെ മീതെ വെച്ചിട്ട് മാർക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതും നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യാം. സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ലിറ്റ് അടിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് സ്ലീവ്സിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. അങ്ങനെ കൈക്കുഴിയുടെ അവിടെ എത്തിയിട്ട് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റ് മെഷർമെൻറ്റ് എവിടെയാണെന്നുള്ളത്. അതേപോലെ തന്നെ സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ എത്തുമ്പോൾ ഇതേപോലെ കടുങ്കെട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ റിവേഴ്സ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിനെ കെട്ടി എന്തായാലും പറയുക, കെട്ട് കൊടുത്ത് അവിടെ നിർത്തുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ആക്ച്വലി പിൻസ് സൈഡിൽ കുത്തിയിട്ടുണ്ടായിരുന്നു നീങ്ങി പോകാണ്ടിരിക്കാനായിട്ട്, അത് ചെയ്യണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതേപോലെ അപ്പുറത്തെ സൈഡിലും നമുക്ക് സ്ലിറ്റിൻ്റെ ആ പോയിന്റിലെത്തുമ്പോൾ സ്ലിറ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അവിടെയായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ നമ്മൾ കടുങ്കെട്ട് കൊടുത്ത് നിർത്തുക. ഇനി സൽവാർ, അതായത് മെയിൻ കുർത്തയുടെ തുണിയും ലൈനിങ് തുണിയും കൂടി രണ്ടും കൂടി ചേർത്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. കാരണം നമുക്കിനി സ്ലിറ്റ് അടിക്കുമ്പോൾ ലൈനിങ്ങിൻ്റെ തുണിയും പിന്നെ മെയിൻ തുണി കുർത്തയുടെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും. ഇനി സൈഡിൽ എക്സ്ട്രാ വന്നിരിക്കുന്ന തുണി ഞാൻ വെട്ടിക്കളയാണ്. എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ പാകമാണ്, അപ്പോൾ എക്സ്ട്രാ ഉള്ള തുണി ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഒരുപാട് വെട്ടിക്കളഞ്ഞില്ലെങ്കിലും കുറച്ചൊന്ന് വെട്ടിക്കളയണം, എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഈ തുണി കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഇത്തിരി ഒന്ന് കുത്തണ ടൈപ്പ് തുണിയാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഞാൻ വെട്ടിക്കളയുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിറ്റ് നമുക്ക് മടക്കേണ്ട കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. രണ്ടിനെയും ഇതേപോലെ വെക്കുക, കണ്ടില്ലേ? എന്നിട്ട് 2 സൈഡിലും ഇതേപോലെ മടക്കി കൊടുക്കുക. ഇപ്പം ഞാൻ മടക്കി കൊടുത്ത പോലെ തന്നെ മടക്കി കൊടുക്കണം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സ്ട്രാ 1 ഇഞ്ച് മാത്രമേ എടുക്കാവൂ എന്നുള്ളത്. കൂടുതലായി കഴിഞ്ഞാൽ അത് ഒരു അഭംഗിയാണ്, എന്നാൽ കുറവായാൽ നമുക്ക് മടക്കാനുള്ളത് ഉണ്ടാവില്ല. 1 ഇഞ്ച് പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ആ അറ്റത്തുനിന്ന് കെട്ടിട്ടിട്ട് തുടങ്ങാം. കെട്ടിട്ടിട്ട് തുടങ്ങിയിട്ട് നമുക്ക് ആ അപ്പുറത്തെ സ്ലിറ്റിൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ ഉണ്ടല്ലോ, അതായത് മടക്കി വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ നീഡിലിനെ അവിടെ തന്നെ വെച്ചിട്ട് ഫോട്ടർ മാത്രം പൊക്കുക. എന്നിട്ട് തുണീനെ തിരിക്കുക. ഓക്കെ, എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മൾ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യണേ. അതായത് നമ്മൾ നീഡിലുണ്ടല്ലോ, സൂചിന്ന് നമ്മൾ തുണി എടുക്കണില്ല, ഫോട്ടർ മാത്രം പൊക്കിയിട്ട് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് തുണി മാത്രം തിരിച്ചിട്ടാണ് ചെയ്യണത്. ഇപ്പം നമ്മൾ ഒരറ്റത്തെത്തി, അപ്പം എന്താ വേണ്ടത്, നമുക്ക് ഇതേപോലെ മടക്കി കൊടുക്കാം. കുറച്ച് അതിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ അറ്റത്ത് നമ്മൾ ഇതേപോലെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം ഫൂട്ടർ മാത്രം പൊക്കുക. എന്നിട്ട് ഇതേപോലെ തിരിച്ചു കൊടുക്കുക കേട്ടോ. തിരിച്ചു കൊടുത്തിട്ട് എഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് സ്റ്റിച്ച് കൊടുക്കുക. നമുക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ഇത് ഭയങ്കര എളുപ്പമുള്ള മെത്തേഡാണ്. അറ്റ സ്ട്രെച്ച് എന്ന് വെച്ചാൽ ഒറ്റൊരു ഇതിൽ തന്നെ നമുക്ക് ഫുൾ സ്ലിറ്റ് തുന്നിയെടുക്കാൻ സാധിക്കും. എന്നിട്ടിപ്പോൾ അടുത്ത അറ്റം എത്തി. അപ്പോൾ എഗെയിൻ ഞാൻ സെയിം തന്നെയാണ് ചെയ്യണത്. നീഡിൽ ഇതേപോലെ കുത്തി വെക്കുക, എന്നിട്ട് തുണീനെ തിരിക്കുക, ഫൂട്ടർ
മാത്രം പൊക്കിയാൽ മതി. എന്നിട്ട് ഞാൻ എഗെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സൈഡ്, അതായത് ബാക്ക് വശാണിത്, ബാക്ക് വശത്തിൻ്റെ സ്ലിറ്റ് മുഴുവനായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്, അതായത് ഒരു സൈഡ് നമ്മൾ കഴിഞ്ഞു, അപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യണത്. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട്, അതായത് സ്ലിറ്റിന്റെ തുടങ്ങണേൻ്റെ അവിടെ നിന്ന് കുറച്ചൊന്ന് നീക്കിയിട്ട് ഇതേപോലെ നമുക്ക് കുത്തി നിർത്തുക. എന്നിട്ട് നമ്മൾ മടക്കി കൊടുക്കുക. മടക്കിയിട്ട് ആ അറ്റത്തുമല്ലോ, ആ അറ്റെത്തുമ്പോൾ എഗെയിൻ തിരിച്ചു കൊടുക്കുക. എനിക്കിതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. നമുക്ക് ബേസിക്കലി നമ്മൾ തുണി എടുക്കണില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒറ്റ സ്ട്രെച്ച് തന്നെ തുന്നി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്ക് വശം ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് വശവും ഇതേപോലെ എളുപ്പത്തിൽ നമുക്ക് ഇതിങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴും നിർത്തരുത്, നമുക്ക് ഇനി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. ആൻഡ് അത് നമുക്ക് ഈ സ്ലിറ്റിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? അറ്റത്തല്ലേ, മടക്കേൻ്റെ അറ്റത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഏറ്റവും തെറ്റത്ത് വേണം കൊടുക്കാനായിട്ട്. അതിനായിട്ട് എന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഗെയിൻ നമ്മൾ തുണി അവിടെ നിന്ന് എടുക്കണില്ല കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പോലെ തന്നെ സ്റ്റിച്ച് ഇത് കൊണ്ടുവന്നിട്ട് ഈ അറ്റത്തുണ്ടല്ലോ, അറ്റത്തായിട്ട് സ്റ്റിച്ച് കൊടുക്കുക. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ പോലെ തന്നെ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ അറ്റത്തെത്തുമ്പോൾ നീഡിലിനെ കുത്തി നിർത്തിയിട്ട് ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷനിൽ തുന്നിയെടുക്കാൻ സാധിക്കും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. എളുപ്പമാണ്, കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് കേട്ടോ. സോ അതോടക്കനെ കഴിഞ്ഞു, നമുക്ക് ഷേപ്പ് ചെയ്യണ പണി കഴിഞ്ഞു. നല്ല പെർഫെക്റ്റ് സ്ലിറ്റായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പം ഞാൻ കാണിക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ടോ. സ്ലിറ്റ് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ? മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത കാരണം രണ്ട് സൈഡിലും ഓരോരോ സ്റ്റിച്ച് വെച്ച് കൊടുത്ത കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.